ഇന്നലത്തെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അറിയാലോ. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഡൽഹി ബിജെപി പിടിച്ചു. ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഡൽഹിയിൽ 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വോട്ടുകളേക്കാൾ കുറവാണ് ബിജെപിയുടെ ഭൂരിപക്ഷം. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി മണ്ഡലവും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ മണ്ഡലവും ഇതിൽ ഉൾപ്പെടും. 6 മണ്ഡലങ്ങളിൽ ബിജെപിയുടെ ഭൂരിപക്ഷം 2000 വോട്ടിന് താഴെ മാത്രമാണ്. മുസ്തഫാബാദിൽ AIMM പിടിച്ച വോട്ട് ആം ആദ്മിക്ക് ആ മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കോൺഗ്രസിനെ വോട്ട് കട്ടർ എന്ന് വിളിച്ചത് അരവിന്ദ് കെജ്രിവാളാണ്. വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമായി. ന്യൂഡൽഹിയിൽ പർവേഷ് വർമ്മയോട് കേജ്രിവാൾ തോറ്റത് 4089 വോട്ടിന്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടിയത് 4568 വോട്ട്. ജംഗ്പുരയിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ പരാജയം 675 വോട്ടിനായിരുന്നു. മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഫർഹാദ് സൂരിക്ക് 7318 വോട്ട് ലഭിച്ചു. ത്രിലോക്പുരി, സംഗം വിഹാർ, രജീന്ദർ നഗർ, മെഹ്റോളി, തിമാർപൂർ എന്നിവിടങ്ങളിൽ ബിജെപിയുടെ ഭൂരിപക്ഷം 2000-ൽ താഴെ. ത്രിലോക്പുരിയിൽ ഭൂരിപക്ഷം 392, കോൺഗ്രസ് നേടിയത് 6147 വോട്ട്. സംഗം വിഹാർ ബിജെപി സ്വന്തമാക്കിയത് 344 വോട്ടിനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ 15863 വോട്ട് പിടിച്ചു. കേജ്രിവാളിന്റെയും സിസോദിയെയും പോലെ മന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ തോൽവിയിലും കോൺഗ്രസ് വോട്ട് നിർണായകമായി. കോൺഗ്രസിന് ഇവിടെ 6711 വോട്ടുണ്ട്. സൗരഭ് ഭരദ്വാജ് തോറ്റത് 3188 വോട്ടിന്. 40% ന്യൂനപക്ഷ വോട്ടുള്ള മുസ്തഫാബാദിൽ ജയിച്ചത് ബിജെപി സ്ഥാനാർത്ഥി മോഹൻ സിംഗ് ബിഷ്ടാണ്. 17578 വോട്ടിന്റെ ഭൂരിപക്ഷം. കോൺഗ്രസിന് പുറമെ ഒവൈസിയുടെ AIMM പിടിച്ച വോട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചു. കോൺഗ്രസ് നേടിയത് 11763 വോട്ടെങ്കിൽ AIMMന് 33474 വോട്ട് ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമാകുമ്പോഴും നിയമസഭയിൽ സഖ്യമുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. കേജ്രിവാൾ തന്നെയാണ് സഖ്യമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും വോട്ട് നേടേണ്ടതും നിലനിൽപ്പിന് അനിവാര്യമായതിനാൽ കോൺഗ്രസിനെ കുറ്റം പറയാനാകില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.